20 സീറ്റുകളിലും താരതമ്യേന കരുത്തരെ അവതരിപ്പിച്ചതോടെ LDF ക്യാമ്പിന് ആത്മവിശ്വാസമേറിയോ? 20ഇടത്തും മികവുറ്റ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുവെന്ന് അവർക്ക് പറയാമെങ്കിലും അതിൽ അപശകുനങ്ങളുണ്ടോ? കോൺഗ്രസ് പിന്നാലെ ഓടുകയാണോ? ഈ വിഷയങ്ങൾ പരിശോധിക്കുന്നു ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPIM നേതാവ്, ശ്രീ ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഒപ്പം ശ്രീ PV അബ്ദുൽ വഹാബ് MP എന്നിവർ. സ്വാഗതം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, CPIM അവരുടെ 16 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്, 2 സ്വതന്ത്രന്മാരെ അടക്കം. പൊതുവെ ഏറ്റവും മികവാർന്ന ആളുകളെ തന്നെ കണ്ടെത്തി ഏറ്റവും മികച്ച മത്സരം നടത്താൻ സാധിക്കും വിധത്തിലുള്ള ഒരു പട്ടികയാണ് CPIM തയ്യാറാക്കിയത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതിൽ ചില അപശകുനങ്ങളുണ്ട് എന്ന് വിമർശിക്കുന്നവരുണ്ടല്ലോ. അതിനെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് മാത്രമേ ഈ പട്ടികയെ സമീപിക്കാൻ കഴിയൂ എന്ന പ്രശ്നമുണ്ടോ? എങ്ങനെയാണ് താങ്കളുടെ അക്കാര്യത്തിലുള്ള പ്രാഥമികമായ ഒരു അഭിപ്രായം? അല്ല, വിമർശനങ്ങൾ ഉണ്ടാവാം, കുറ്റം പറച്ചിലുണ്ടാവാം. പക്ഷേ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്നതിന് ഉചിതമായ തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയാണ് CPM നിർത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, അങ്ങനെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് ശരിയാവണ്ണം ഹോംവർക്ക് നടത്താനും CPM തയ്യാറായിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ. അതിനെപ്പറ്റിയ ഒരു സംഘടന ആ പാർട്ടിക്കുണ്ട്. സംഘടന, കെട്ടുറപ്പുള്ള സംഘടന, താഴെ തട്ടിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ള നേതാക്കന്മാർ, ഇതിലൊക്കെ അപ്പുറത്ത് 2ാം നിരയോ 3ാം നിരയോ നേതാക്കന്മാർ ഏതൊരു മണ്ഡലത്തിലാണെങ്കിലും, ഇപ്പം പത്തനംതിട്ടയിലെ വീണ ജോർജ്, അല്ലെങ്കിൽ കാസർകോട്ടെ സതീഷ് ചന്ദ്രൻ, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരിഫ്, ഇതുപോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളെ നോക്കിക്കേ. ഒട്ടും നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് പോലും ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് CPM അവരുടെ സൂക്ഷ്മ ദൃഷ്ടി അങ്ങോട്ടേക്ക് കടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊന്ന് ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുക, എന്തോ ഒരു കണക്കുകൂട്ടലാണെന്നറിയാമോ അതിൻ്റെ പിന്നിൽ. അതുപോലെ വീണ ജോർജ്, എന്തൊക്കെയായിരിക്കും ആ വീണ ജോർജ് എന്നൊരു സ്ഥാനാർത്ഥി കേവലമായി ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു വലിയ കണക്കുകൂട്ടലും പഠിത്തവും സാമൂഹ്യ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും ഒക്കെയുണ്ട്. പത്തനംതിട്ട മണ്ഡലം, അതിൻ്റെ പ്രത്യേകതകൾ, അതിലേക്ക് ആഴ്ന്നിറങ്ങി പഠിച്ചതിൻ്റെ ഒരു അന്തിമ ഫലമാണ് വീണ ജോർജ്, അല്ലെങ്കിൽ ആരിഫ്, അല്ലെങ്കിൽ കാസർകോട്ടെ സതീഷ് ചന്ദ്രൻ. അവിടെ സിറ്റിംഗ് MPയെ കരുണാകരനെ മാറ്റി നിർത്തിയിട്ടാണ് സതീഷ് ചന്ദ്രനെ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം കൂടി കാണിക്കുന്നത് വളരെ ശക്തമായ തരത്തിൽ ഒരു പ്രകടനത്തിന് മുന്നിട്ടിറങ്ങാൻ വേണ്ടി തന്നെയാണ്. ആ നിലയ്ക്ക് താങ്കൾ അതിനെ പൊതുവെ പോസിറ്റീവായി കാണുകയാണ്. പക്ഷേ ജേക്കബ് ജോർജ്, നോക്കൂ, ഇവിടെ PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. നമുക്കറിയാമല്ലോ, അദ്ദേഹം ഒരു കളങ്കിതനാണ്, അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. ജോയ്സ് ജോർജിന്റെ കാര്യത്തിലായാലും ഇപ്പം ഇന്നസെന്റിന്റെ കാര്യത്തിലായാലും അടക്കം വിവിധങ്ങളായ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. പക്ഷെ പാർട്ടി പൊതുവെ മുൻഗണന കൊടുത്തത് വ്യക്തിപ്രഭാവത്തിനാണ് എന്ന് തോന്നുന്നു. കാരണം ഈ പറയുന്ന വീണ ജോർജിനെ ആയാലും ആരിഫിനെ ആയാലും അവരെയൊക്കെ MLA പദവിയിൽ നിന്ന് കൊണ്ടുവന്ന് വീണ്ടും മത്സരിപ്പിക്കുകയാണല്ലോ, ഒരു സങ്കീർണ്ണ പ്രക്രിയയാണ്. പക്ഷെ അത് വകവയ്ക്കാതെ അവരെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെക്കാൾ ഉപരി വ്യക്തികളുടെ പ്രഭാവത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നൊരു നിലയെടുക്കുന്നല്ലോ. പൊതുവെ CPIMന് അവർ സ്വീകരിച്ചു പോരാത്ത ഒരു നിലയായി തോന്നുന്നില്ല. അസാധാരണമായ ഒരു ഇടപെടലാണല്ലോ ആ പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവുന്നത്, മുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുക എന്നത്. അല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ CPMന് അല്ലെങ്കിൽ കോൺഗ്രസിന്, ഈവൻ BJPക്ക് പോലും കേരളത്തിൽ പരമാവധി സീറ്റ് ആർജിക്കുക എന്നത് തന്നെയായിരിക്കും ലക്ഷ്യം. കോൺഗ്രസിന് യാതൊരു സംശയമില്ല. ഡൽഹിയിൽ ഹൈക്കമാൻഡിന് മുമ്പിൽ കോൺഗ്രസിന് വേണ്ടത് കേരളത്തിൽ നിന്ന് എത്ര MPമാരെ കൊണ്ടുവന്നു എന്നത് മാത്രമാണ്. CPMനാണെങ്കിൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ദേശീയ തലത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് CPMന് തുടരണമെങ്കിൽ കേരളത്തിൽ നിന്ന് പരമാവധി, ബംഗാളിലെയും ത്രിപുരയിലെയും കാര്യം നമുക്കറിയാമല്ലോ, പരമാവധി MPമാരെ ഡൽഹി കൊണ്ടുപോയാലേ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള വ്യക്തിപ്രഭാവമെങ്കിൽ വ്യക്തിപ്രഭാവം, രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം, എന്താണെങ്കിലും വേണ്ടില്ല, ജയിച്ചാലേ മതിയാവൂ എന്ന ഒരു തീരുമാനം ആ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായി. അത് ജില്ലാ ഘടകങ്ങളിലേക്കും താഴേക്കും പകർന്നു കൊടുത്തു എന്നുള്ളതാണ് CPMൻ്റെ നേട്ടം. അതുകൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞു കേട്ട ഇതുവരെയും സൂചനകളുണ്ടായിരുന്ന പലരെയും മാറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞത് തന്നെ ഇതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ്. ഓക്കെ, KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഡയറക്റ്റായി തന്നെ പറയാം. നോക്കൂ, PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന ആളാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ വിനോദ പാർക്കുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആക്ഷേപങ്ങളുണ്ട് എന്ന് നമുക്കറിയുകയും ചെയ്യാം.
CPIM ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധ വേണ്ടതില്ല. പകരം അയാൾക്ക് വ്യക്തിപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നതിലേക്ക് മാത്രം ഊന്നിയാൽ മതി, തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടമുണ്ടാക്കുമെന്നതിലേക്ക് മാത്രം ഊന്നിയാൽ മതി എന്ന് തീരുമാനിക്കുന്ന സാഹചര്യം ഏതാണ്? BJP സർക്കാരിനെ, അതായത് കേന്ദ്രത്തിലെ ഹിന്ദു രാഷ്ട്രവാദം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫാസിസ്റ്റ് അധികാര ശക്തിയെ പുറന്തള്ളാനുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് CPM കാണുന്നത്. ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ആകെ ഏകോപനം അതിനായിട്ടുണ്ടാവണം. ഓരോ സംസ്ഥാനത്തും റീജിയണൽ അടിസ്ഥാനത്തിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട MP-മാരെ പാർലമെൻറ്റിലെത്തിക്കണം. CPM ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി അതിൻ്റെ അംഗങ്ങളെ പാർലമെൻറ്റിലെത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ്, രാഷ്ട്രീയ ലക്ഷ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിഷാദ് ഇവിടെ പറയുന്നത് പോലെയുള്ള ശുദ്ധ ധാർമ്മികതയുടെ തലത്തിൽ നിന്ന് ഒരു ബൂർഷാ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല ഒരു പ്രസ്ഥാനത്തിനും സാധിക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആരായാണ് നമുക്ക് പുറന്തള്ളുന്നുണ്ട്? ഈ രാജ്യത്തെ തകർക്കുന്ന, ഭരണഘടനയെ തന്നെ തകർക്കുന്ന, മതനിരപേക്ഷത്തെ തന്നെ തകർക്കുന്ന ഒരു അധികാര ശക്തിയെ പുറന്തള്ളാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആന ചോരുമ്പോൾ നമ്മൾ കടുക് ചോരുന്ന ചർച്ചയിട്ട് കാര്യമില്ല. ഇവിടെ വിഷയം ശുദ്ധ ധാർമ്മികതയ്ക്ക് പകരം BJPയെ പുറന്തള്ളാനാവശ്യമായ ഒരു രാഷ്ട്രീയ തന്ത്രം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. ആ തന്ത്രം മുന്നോട്ട് വെക്കുമ്പം CPMന് ഇന്ന് ദേശീയ തലത്തിൽ നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യത്തിനകത്ത് പരമാവധി MP-മാരെ എത്തിക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് CPM അന്വേഷിച്ചിട്ടുള്ളത്. സാമൂഹ്യമായ ഘടകങ്ങൾ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഓരോ മണ്ഡലത്തിൻ്റെയും സവിശേഷമായ പ്രശ്നങ്ങളെ, സമൂർത്തമായ സാഹചര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് അവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുക. ജനകീയ സ്വഭാവമുള്ള, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന മണ്ഡലത്തിലെ വോട്ടർമാരെ പല തലങ്ങളിൽ, ഒരു തലങ്ങളിൽ മാത്രമല്ല പല തലങ്ങളിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലക്ക് അത് എത്തിച്ചേരാത്ത മേഖലകളിലുള്ള ജനവിഭാഗങ്ങൾ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന, അതായത് KT താങ്കൾ ഈ കാര്യത്തിൽ പറയുന്നത് പാർട്ടി മൂല്യങ്ങളെ കൊണ്ടു നടക്കുക എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ ധാർമ്മിക പശ്ചാത്തലം നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് വ്യക്തി എന്ന നിലയ്ക്ക് ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള അയാളുടെ പ്രഭാവലയത്തിനാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അല്ലാതെ രാഷ്ട്രീയം പറയുക എന്നതിനല്ല, രാഷ്ട്രീയം പറയില്ല എന്നല്ല, രാഷ്ട്രീയത്തിനല്ല, ആ രാഷ്ട്രീയ ധാരയ്ക്കല്ല, മറിച്ച് ഓരോ ഇടത്തും ഓരോ വ്യക്തിയും ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ സ്വയം സൃഷ്ടിച്ചിട്ടുള്ള പ്രഭാവലയം എങ്ങനെ ഗുണമാക്കി എടുക്കാം എന്നതിനായിരുന്നു ഊന്നൽ. അങ്ങനെയാണ്, അല്ലാതെ ധാർമ്മിക പശ്ചാത്തലത്തിൻ്റെ അരിപ്പയിലൂടെ എല്ലാവരെയും ഇറക്കുക എന്ന ഒരു പരിപാടിയേ ഇല്ല. അല്ല നിഷാദേ, അല്ല നിഷാന്ത് ഈ കാര്യത്തെ മറ്റൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്താണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അമൂർത്തമായ വാചകടിയല്ലല്ലോ, ആദർശ പ്രഖ്യാപനങ്ങളല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം സംഘപരിവാറിൻ്റെ ഒരു ഫാസിസ്റ്റ് അധികാര ശക്തി രാജ്യത്ത് 5 വർഷമായി ഭരിക്കുന്നു. അവർ തുടർന്നും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഘടന, ബഹുസ്വരത, അതിനെയെല്ലാം തന്നെ വിഭാവന ചെയ്യുന്ന നമ്മുടെ ഭരണഘടന വരെ ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടാകും. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണം? അതിന് കഴിയുന്ന രീതിയിൽ എല്ലാ മതനിരപേക്ഷ ശക്തികളും പരമാവധി അവരുടെ സാധ്യതകൾ വെച്ചുകൊണ്ട് അവരുടെ അംഗങ്ങളെ പാർലമെൻറ്റിൽ എത്തിക്കണം. BJPയെ പുറന്തള്ളാനുള്ള ഒരു രാഷ്ട്രീയ ശക്തി പാർലമെൻറ്റിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ലക്ഷ്യം നിർവഹിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് അനന്തരം ഒരു പാർലമെൻറ്റിനകത്തൊരു മുൻകൈയെടുക്കാൻ, ആ ഗവൺമെൻറ് നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയണമെങ്കിൽ പരമാവധി MP-മാരെ എത്തിക്കണം. ആ പരമാവധി MP-മാരെ എത്തിക്കുക എന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പം തീർച്ചയായിട്ടും ഇടതുപക്ഷം, CPM മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സമൂഹത്തിന് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് മറ്റ് വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അവരുടെ വ്യക്തി സവിശേഷതകളൊക്കെ ഉണ്ട്. അതേസമയത്ത് അവരുടെ രാഷ്ട്രീയ വ്യക്തിമുദ്ര എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് പാർട്ടി ബാഹ്യമായി നിൽക്കുന്നവരോ പാർട്ടി ശത്രുക്കളോ പാർട്ടിയുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരോ അല്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അസാധാരണത്വം കാണേണ്ടതില്ല എന്നാണ് അക്കാര്യത്തിൽ KT പറയുന്ന നിലപാട്. ശ്രീ PV അബ്ദുൽ വഹാബ്, നോക്കൂ, ഇപ്പോൾ പൊതുവെ LDFന് ഒന്നാമത് അവരുടെ സ്ഥാനാർത്ഥികളെ മുഴുവനായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ വളരെ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളിലൂടെ വളരെ കരുത്തരായ ആളുകളെ വിവിധ മണ്ഡലങ്ങളിൽ അവതരിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു. പൊതുവെയുള്ള ഒരു നിരീക്ഷണമാണ്. അവർക്ക് നല്ല കോൺഫിഡൻസും ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രധാന എതിരാളികളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? സംഘ് പരിവാർ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ, അതിന് ബദലായിട്ട് ഇന്ത്യയിൽ ഏക
ശക്തി കോൺഗ്രസ്സിനാണ് ഉള്ളത്. അതിന് ഏറ്റവും കൂടുതൽ നമ്പർ കൊടുക്കുക, അങ്ങനെ അടുത്ത് അവരുടെ പ്രസിഡൻറ്റ് കോവിന്ദ്, നമ്മുടെ പ്രസിഡൻറ്റ് കോവിന്ദ് വിളിക്കുക ഏറ്റവും നമ്പറുള്ള കക്ഷിയായിരിക്കും. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്താണ്? ഇതായിരുന്നു ഈ ഗവൺമെൻറ് ഇറക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ബംഗാളിൽ ചെയ്തതുപോലെ തന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റിന് അവർ തയ്യാറാകേണ്ടിയിരുന്നു. എങ്ങനെയാകണം? ഓക്കെ, പി വി അബ്ദുൽ വഹാബ്, തങ്ങളുടെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ജേക്കബ് ജോർജ്, നോക്കൂ, ഈ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പിശകുകളെ ആ നിലയ്ക്ക് അഡ്മിറ്റ് ചെയ്യുമെന്നാൽ അതിൽ വലിയ പ്രാധാന്യമുണ്ട്. പിശകുകൾ മീൻസ് അതിലകത്ത് ആളുകൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ, അതിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന നില സ്വീകരിക്കുകയാണ് CPIM. പക്ഷേ പ്രധാനമായും UDFിൻ്റെ ഒരു പ്രചരണമായതും ഇപ്പോൾ വടകരയിലെ P. ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് ഇപ്പുറത്തെ എല്ലാ CPIM വിരുദ്ധരെയും കൂടി ഉൾച്ചേർക്കാൻ കഴിയും വിധത്തിലുള്ള പശ്ചാത്തലം സൃഷ്ടിക്കും. ഈ അക്രമ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ അവിടെ കഴിയും. കാരണം അദ്ദേഹം ഒരു കേസ് നേരിടുകയാണല്ലോ. ഇപ്പോൾ ജോയ്സ് ജോർജിൻ്റെ ആയാലും അൻവറിൻ്റെ ആയാലും അവരുടെ ഈ കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെ ഒരു പ്രധാന വിഷയമാക്കും. ഇപ്പോൾ ഇന്നസെൻ്റിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹം ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിലടക്കം എടുത്ത നിലപാടുകൾ ഒരു പ്രധാന വിഷയമാക്കാൻ അവരാഗ്രഹിക്കുകയാണ്. ആ നിലയ്ക്ക് നമ്മൾക്ക് വലിയ തോതിലുള്ള നേട്ടം ഈ പട്ടികയിൽ അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് LDFനെങ്കിലും ചില ഒരു ബാക്ക് ഫയറിങ്ങിൻ്റെ സാധ്യത അവശേഷിപ്പിച്ചിട്ടുണ്ടോ? ഇത് ആ പ്രശ്നമുണ്ടല്ലോ, അതിനെ നമ്മൾ തീരെ ചെറുതായി കണ്ടാൽ മതിയോ? ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് അതാത് മണ്ഡലത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ആത്യന്തികമായ വിഷയം. ഇപ്പം പല കാര്യങ്ങളിലും എനിക്കും റിസർവേഷനുണ്ട്, യാതൊരു സംശയവുമില്ല. ഇപ്പം നമുക്ക് ഒക്കെയും ഓരോ കാരണങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചും പറയാനുമുണ്ടാവും, ആർക്കാണെങ്കിലും. പക്ഷേ ഒരു പാർട്ടി നോക്കുന്നത് വിജയ സാധ്യത മാത്രമാണ്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഇത് തന്നെയാണ്. ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? അപ്പോൾ ഒന്നും കാണാതെ ഒരു കണക്കും കൂട്ടാതെ PB അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കില്ലല്ലോ, ഒരു കണക്കും കൂട്ടാതെ P. ജയരാജനെ അവിടെ സ്ഥാനാർത്ഥിയാക്കില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലേ നിഷാദെ, P. ജയരാജൻ കണ്ണൂർ രാഷ്ട്രീയമാണ്. കണ്ണൂരാണ് നമ്മുടെ സ്ഥലം. കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ കരുത്തനായ സെക്രട്ടറിയാണ് P. ജയരാജൻ. ആ വശം നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ജയരാജൻ ഒരു സ്ഥാനാർത്ഥിയാവുമ്പോൾ തീർച്ചയായിട്ടും CPMൻ്റെ പ്രസ്റ്റീജ് മത്സരം, കേരളത്തിലെ ഒരുപക്ഷെ CPM കണക്കാക്കുന്ന ഏറ്റവും മികവുള്ള മത്സരം P. ജയരാജൻ മത്സരിക്കുന്ന വടകര തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല ഒരു പാർട്ടി അതിൻ്റെ അകത്തെ കാര്യങ്ങളെയും അത് നേരിടുന്ന പ്രശ്നങ്ങളെയും വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് P. ജയരാജനെ നിർത്തിയത് നമ്മളെന്തെങ്കിലും ദോഷം കാണുന്നുണ്ടെങ്കിലും CPM ആ ദോഷം കാണുന്നുണ്ടാവില്ല. PV അൻവറിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി, എല്ലാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. CPM സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് മതിയാവണ്ണം പഠനം നടത്തിയിട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, കെറ്റി കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ വിമർശനാത്മകമായ ചോദ്യങ്ങൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് അക്കാര്യത്തിൽ ചോദിക്കാനുള്ളത്. നിർഭാഗ്യകരം, ഈ MLA-മാരെ സ്ഥാനാർത്ഥികളാക്കുക എന്നത് പൊതുവെ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു സമീപനമല്ല. PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലടക്കം വലിയ വിമർശനം സ്വീകരിച്ചവരാണ് നിങ്ങളുടെ നേരത്തെയുള്ള സമീപനം അതായിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, 6 MLA-മാരോ മറ്റോ സ്ഥാനാർത്ഥികളായി മൊത്തം വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് നിങ്ങൾ, പിന്നീട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അവർ തന്നെ വേണം എന്ന നില സ്വീകരിക്കാനുള്ള കാരണവും മറ്റാരെയും എക്യുപ്പിഡാക്കി എടുക്കാൻ, സജ്ജരാക്കി ഉണ്ടാക്കിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കഴിഞ്ഞിട്ടില്ല. ഉള്ളത് ഇപ്പോഴും സജീവമായി രംഗത്ത് നിൽക്കുന്ന ഇവരൊക്കെ ഉള്ളൂ എന്ന നിങ്ങളുടെ ദൗർബല്യം തുറന്നു കാണിക്കുന്നുണ്ടോ KT? ഇത് സമയം അത്തരം ദൗർബല്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല. രാജ്യം, ജനാധിപത്യം, മതനിരപേക്ഷത, ഭരണഘടന ഇതെല്ലാം നിലനിൽക്കണമോ എന്നുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും അത്യാഹിതകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മോഡി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യത്തിന് എന്താണ് സംഭവിക്കുക? അചിന്തനീയമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യം പോകും. RSൻ്റെ അജണ്ടയനുസരിച്ചുള്ള ന്യൂനപക്ഷങ്ങളെയും മറ്റിതര തങ്ങൾക്ക് അനഭിമതമായിട്ടുള്ള സമൂഹങ്ങളെയൊക്കെ വേട്ടയാടൽ ശക്തപ്പെടും. രാജ്യം തന്നെ, ഈ ഭരണഘടന തന്നെ മാറ്റപ്പെടുന്നയൊക്കെ അവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പരമാവധി അംഗങ്ങളെ പാർലമെൻറ്റിൽ എത്തിക്കണം. അതിന് ഈ ദിവസങ്ങൾക്കകം ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനം ചെലുത്താനും
എതിരാളികളുടെ എതിർവിഭാഗങ്ങളുടെ പ്രചരണങ്ങളെ അതിജീവിക്കാനും കഴിയുന്ന വ്യക്തിത്വങ്ങളെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. അത് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയമായ മുഖങ്ങളാണ് അവർ. കേരളീയ സമൂഹത്തിൽ അവരിതരല്ല. അവരാരും കേരളീയ സമൂഹത്തിൽ രാഷ്ട്രീയമായി അറിയപ്പെടുന്നത് അവരുടെ വലതുപക്ഷ പൂർവ്വകാലം വെച്ചല്ല. ഇപ്പോൾ അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് നിന്ന് DIC ഇതുവഴി വന്നവരാണ്. പക്ഷേ അവർ കോൺഗ്രസിൻ്റെ DICയുടെ പേരില്ല. പക്ഷേ ആ സ്വാധീനം അവർക്കുണ്ട്. CPM-നില്ലാത്ത UDF-ൻ്റെ ബഹുജനങ്ങൾക്കിടയിൽ, കോൺഗ്രസിനകത്തെ ബഹുജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളാണ്. ഇതൊരു യുദ്ധമാണ് നിഷാദേ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പരമാവധി അംഗങ്ങളെ പാർലമെൻറ്റിൽ ഉണ്ടാക്കുക എന്നുള്ളത് BJP-യെ പുറന്തള്ളുന്നതുപോലെ തന്നെ പ്രധാനമായി ഞങ്ങളുടെ പാർട്ടി കാണുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഇതിനെ നയിക്കാൻ കഴിയുന്ന ജനങ്ങളിടയിലേക്ക് അതൊരു യുദ്ധമായി കാണുകയാണ്. PV അബ്ദുൽ വഹാബ്, ഇത് ഇടതുപക്ഷത്തിനൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പരമാവധി ആളുകളെ വിജയിപ്പിച്ചേ മതിയാകൂ. അതിന് വിജയ സാധ്യത, വിന്നബിലിറ്റി മാത്രമാണ് ഒരു പരിഗണനാ വിഷയമായി എടുത്തിട്ടുള്ളത്. പൊന്നാനിയിൽ വരുന്നത് ഈ പറയുന്ന PV അൻവറാണ് എന്ന് കണ്ടുവല്ലോ. വലിയ വിമർശനങ്ങൾ പല വിധത്തിലുണ്ടെങ്കിലും അൻവറിന് അവിടെ ഒരു വിജയ സാധ്യതയുണ്ട് എന്ന് അചഞ്ചലമായി മനസ്സിലാക്കുകയാണ് അയാളുടെ പാർട്ടി. എന്നിട്ട് അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. വേറെ ഏതൊക്കെയോ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ പ്രവർത്തിക്കുമെന്ന ആത്മവിശ്വാസമാണല്ലോ അവർക്കുള്ളത്. നിങ്ങൾക്ക് ആശങ്കയുണ്ടോ പൊന്നാനിയുടെ കാര്യത്തിൽ? കാരണം അൻവറിനെ എന്തോ കണക്ക് കൂട്ടലോടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു അവിടെ. ഒരാശങ്കയുമില്ല. ഞങ്ങൾക്ക് കൂടുതൽ ശുഭപ്രതീക്ഷയാണ്. കൂടുതൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂട്ടാനുള്ള ഒരു സംഗതി അവരുടെ താല്പര്യത്തിനല്ല, അവരെന്തോ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് വളരെ അടുത്തറിയുന്ന കഴിഞ്ഞ 3 കൊല്ലം ഒരു MLA എന്നുള്ള നിലയിൽ നിലമ്പൂരിൽ ഒരിക്കലും നിൽക്കാൻ പറ്റാത്ത, ഞങ്ങളൊക്കെ ഒന്നിച്ച് 3 വർഷമായിട്ട് ഞാൻ MP ആയിട്ടും അദ്ദേഹം MLA ആയിട്ടും വർക്ക് ചെയ്യുന്നു. ഒരു നിലക്കും നിലമ്പൂരിൽ ഇനി ഒരിക്കലും അദ്ദേഹം നിൽക്കാൻ വരെ പറ്റാത്ത ചുറ്റുപാടുള്ള ഒരു MLA. ഓക്കെ, അയാൾക്ക് DIC ബന്ധമുണ്ട്, അയാൾക്ക് മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു, AICC നേതാവായിരുന്ന നമ്മുടെ ഷൗക്കത്ത് അലി സാഹിബിൻ്റെ മകനാണ് എന്നുള്ള പാരമ്പര്യമായ സംഗതിയിൽ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടുമോ എന്നൊരു പര്യവേഷണം അല്ലെങ്കിൽ അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. തികഞ്ഞ പരാജയം. അതൊരു പിന്നീട് പറയും അത് ഹിമാലയൻ ബ്ലണ്ടർന്നോ എന്ന് പണ്ട് പറഞ്ഞതുപോലെ ആകുന്നൊരു ചുറ്റുപാടിലാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അൻവറിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിൽ. കാരണം നിലമ്പൂർ കണ്ടതാണ്, കോൺഗ്രസ്സുകാർക്ക് വളരെയധികം വ്യക്തമായതാണ്. അതുകൊണ്ട് ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിലവിടെ നിൽക്കും. പിന്നെ ഞാൻ സഖാവ് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ഭാഗത്താണുള്ളത്. അദ്ദേഹം പറഞ്ഞ വാദങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ അവർ ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസ്സിന് കൂടുതൽ മെമ്പർമാരുണ്ടാക്കാൻ, കോൺഗ്രസ്സിനെ പ്രസിഡന്റ് കോവിന്ദ് ക്ഷണിക്കുന്ന രൂപം ഉണ്ടാക്കാൻ ഇവിടെയുള്ള 10 ആൾക്കാർ പോയാൽ ശരിയാകുമെന്ന് ധരിക്കുന്ന മൗഢ്യമൊന്നും ഞങ്ങൾക്കില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മതേതര കക്ഷിയായ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരുന്ന കൂട്ടത്തിൽ കൂടി കോൺഗ്രസ്സിന് നേതൃത്വത്തിൽ അധികാരത്തിൽ വരാനുള്ള ശ്രമത്തിന് പകരം, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയുടെ അല്ലെങ്കിൽ ബംഗാൾ മോഡലിന് പകരം കേരളത്തിൽ നിന്ന് കൂടുതൽ MP-മാരെ അയക്കണം എന്നുള്ള അവരുടെ പാർട്ടിയുടെ ശരിയല്ലാതിൻ്റെ നിലനിൽപ്പില്ല. ദേശീയ പാർട്ടി ആവില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ നിലനിൽപ്പ് നിങ്ങൾക്ക് അറിയില്ല, കഷ്ടമാണ്. ബംഗാളിൽ ഇനി 2 സീറ്റ് മുമ്പ് കിട്ടിയത്, അത് ഇനിയും കിട്ടുമോ എന്നുള്ള കാര്യത്തിന് സംശയം. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനുമായി കൂടിയത്. അതുകൊണ്ട് ഞങ്ങളുടെ സീറ്റിൻ്റെ കാര്യത്തിൽ മഞ്ചേരി, മലപ്പുറമാണെങ്കിലും പൊന്നാനിയാണെങ്കിലും അത് ഭൂരിപക്ഷം കൂടുകയല്ലാതെ അൻവറിനെ കൊണ്ട് കൂടുകയല്ലാതെ ഒരു വോട്ട് കുറയാൻ ഞങ്ങൾക്ക് അബ്ദുൽ വഹാബ് അൻവറിന്റെ കാര്യത്തിൽ CPIM-നുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നേരത്തെ നിലമ്പൂരിൽ വിജയിച്ച ആളാണ് അദ്ദേഹം. നല്ല ഓവർ കോൺഫിഡൻസ് കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നുവല്ലോ, അതിനെ മറികടന്ന് വിജയിച്ച ആളാണ് അൻവർ എന്ന് നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം മിഷനറി ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ് ആ വിജയം സാധ്യമാക്കിയത്. അതുകൊണ്ട് അയാളെ വിശ്വസിക്കാൻ അവർ തയ്യാറാവുകയാണ്. അത് ആവർത്തിക്കപ്പെട്ടുകൂടാ എന്നില്ലല്ലോ. അല്ല, ആവർത്തിക്കയില്ല എന്ന് 100% ഉറപ്പാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ പരിപൂർണമായിട്ട് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിൽ, മോഡി ഗവൺമെൻറ്റിനെതിരുള്ള ഈ വികാരം, അത് E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലുള്ള ഒരു പാർലമെൻറ്റേറിയൻ ആണ്. അവരുടെ ഇത് അവസാനത്തെ ഇലക്ഷൻ ആകരുത്, അത് ഈ ഭരണഘടന നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ E.T.യെ പോലുള്ള ഒരാൾ അവിടെ വേണമെന്നുള്ളത് ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം. നിങ്ങൾക്ക് കേരള അസംബ്ലിയിലെ പെർഫോമൻസ് നോക്കാം, അൻവറിൻ്റെ പെർഫോമൻസ് നോക്കാം, പാർലമെൻറ്റ് പോകുമ്പോഴുള്ള പെർഫോമൻസ്, ഇത് പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള E.T.ക്ക് അല്ലാതെ അതിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ ഈ PV അൻവർ ഒന്നുമല്ല എന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. LDF ഏതായാലും ഒരു പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ അപ്രതീക്ഷിതമായ പേരുകളുണ്ട്, കരുത്തന്മാരുണ്ട്.
സ്വാഭാവികമായും ഇനി കോൺഗ്രസിന്റെ പട്ടികയാണ് വരേണ്ടത്. ഇത് കണ്ടുകൊണ്ടുകൂടി ചില മാറ്റങ്ങൾ അവർക്ക് വരുത്തേണ്ടി വരുമോ? ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും വന്നിട്ടില്ല. നമുക്കറിയാമല്ലോ, ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുള്ള പല അഭിപ്രായ സർവേകളും പരിശോധിച്ചാൽ അതിലെല്ലാം കോൺഗ്രസിന് വലിയ മുൻതൂക്കമുണ്ട് എന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. ഇത് മോദി ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആയതുകൊണ്ടും സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയിരിക്കും ആദ്യം വിളിക്കുക എന്നതുപോലെയുള്ള പ്രചാരവേലകൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടും കോൺഗ്രസിന് ഒരു എഡ്ജുണ്ടെന്ന് അവരും വിചാരിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ LDFന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ അതിൽ ചില തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കാൻ, അവർക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, ചിലയിടത്ത് അവർക്ക് ഒരു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? അങ്ങനെയെങ്കിൽ അതിൽ വേറെ ചില അത്ഭുതങ്ങൾ നിശ്ചയമായും സൃഷ്ടിക്കേണ്ട അനിവാര്യതയിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട് അവരുടെ പട്ടികയിലെന്ന്. അതെ, അതായത് CPM ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് ബദലായിട്ട് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കരുത്തിൻ്റെ ഒരു ഘടകം അതിൽ പ്രധാനമായിട്ടുണ്ടാവണം. അത് ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുന്നത് ശരിയല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന പ്രശ്നം പുതിയ നേതാക്കന്മാരെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു പുതിയ നിര വളർത്തിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ബോധപൂർവമോ അല്ലാതെയോ ശ്രമിക്കുന്നുണ്ട് എന്ന് ആരോപിക്കാതെ വയ്യ. അതാണ് പ്രധാന പ്രശ്നം. ഇപ്പോൾ BJPക്കും ഒരു പ്രശ്നമുള്ളത്, എല്ലാ മണ്ഡലത്തിലേക്കും പറ്റിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ BJPക്കും കഴിയുന്നില്ല. BJP വലുതായി, ശബരിമല ഞങ്ങളെയൊക്കെ വലുതാക്കി എന്ന് BJP പറയുന്നുണ്ട് എങ്കിൽ പോലും പല മണ്ഡലങ്ങളിലും അവർക്ക് നിർത്താൻ ഇതുപോലെ കരുത്തുള്ള സ്ഥാനാർത്ഥികൾ ഇല്ല എന്നതാണ് സത്യം. ഇപ്പം തിരുവനന്തപുരത്തേക്ക് മോഹൻലാലിൻ്റെ പേര്, സുരേഷ് ഗോപിയുടെ പേര് ഒക്കെ കേട്ടിട്ട് അവസാനം കുമ്മനത്തെ വരെ കൊണ്ടുവരേണ്ടി വന്നു, രാജിവെപ്പിച്ചിട്ട്, ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ചിട്ട്. അതാണ് ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് പറഞ്ഞതുപോലെ, വഹാബ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ET മുഹമ്മദ് ബഷീർ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ വളരെ മികവുള്ള ഒരു പാർലമെൻറ്റേറിയനാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. എനിക്ക് എത്രയോ വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നല്ല പ്രഗത്ഭനായ ഒരു നേതാവ്. അദ്ദേഹത്തെ തോൽപ്പിക്കുക ആ മണ്ഡലത്തിൽ CPM ആ മണ്ഡലം CPMന് ഒരു ബാലികേറാമലയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ PV അൻവറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിന് CPMന് അതിൻ്റേതായ കണക്കുകൂട്ടലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഈ ഒരു കണക്കുകൂട്ടൽ നടത്താൻ CPMനെ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ സംഘടനയുടെ കെട്ടുറപ്പാണ്. ആ കെട്ടുറപ്പാണ് BJPക്കുള്ളത്. BJPക്ക് സംഘടന മാത്രമല്ല, അതിൻ്റെ പിന്നാമ്പുറത്ത് RSS പോലെയുള്ള വലിയ സംഘടനകളുണ്ട്. അതിനങ്ങപ്പുറത്തേക്ക് കുറേയേറെ ഹിന്ദു സംഘടനകൾ. ഓരോ സംഘടനയ്ക്കും ഓരോ റോളുണ്ട്. അതിനെതിരെയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പൊരുതുന്നത്. അത് എവിടം വരെ എത്തും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചോദ്യമാണ്. കോൺഗ്രസിനെ എവിടം വരെ, ഏതറ്റം വരെ BJP. അപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണി പൊന്നാനിയുടെ കാര്യം എടുത്താൽ പൊന്നാനിയിൽ എന്തായാലും CPMന് ബാലികേറാമലയായിരിക്കും. കാരണം അത്രയ്ക്ക് വ്യക്തിപ്രഭാവമുള്ള ആൾ അപ്പുറത്ത് നിൽക്കുന്നുവെന്നാണ്. മലപ്പുറവും പ്രസക്തമാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ മലപ്പുറത്ത് ഇപ്പോൾ MP എന്ന നിലയ്ക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സഭയിലെ പെർഫോമൻസ് വളരെ പൂറാണെന്ന് നമുക്കറിയാം. അതുമാത്രവുമല്ല, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആബ്സൻസ് ഒക്കെ വലിയ തോതിൽ ആ സമുദായത്തിനകത്ത് പോലും, മുസ്ലിം സമുദായത്തിനകത്ത് പോലും വലിയ ചർച്ചയാവുകയും മറ്റും ചെയ്തു. ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള വിഷയങ്ങൾ അവിടെയുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഈ പൊതുവെ പരിശോധിച്ചാൽ സ്വതവേ ദുർബലനായ ഒരാളാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഫേവർ ചെയ്തതുപോലെ തോന്നും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം കണ്ടാൽ. അതെന്താണ് അവിടെ പറ്റിയത്? അതിലേക്ക് ഞാൻ വരാം. അബ്ദുൽ വഹാബ് സാഹിബ് പറഞ്ഞ ചില കാര്യങ്ങളോടൊന്ന് പ്രതികരിച്ചു പോകണം. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സിന് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയൂന്നാണ്. ഇന്ത്യയിൽ മതനിരപേക്ഷ ശക്തിയായി കോൺഗ്രസ് നിലനിൽക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൽ വഹാബ് സാഹിബെ, CPMും ഇടതുപക്ഷവും പാർലമെൻറ്റ് ഉണ്ടാക്കണം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിനും മതനിരപേക്ഷതയ്ക്കിടയിൽ ആടിക്കളിക്കുന്നൊരു പാർട്ടിയാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം ശരിക്കും പണിയാൻ കോൺഗ്രസിനെ കഴിയുമെന്നാണ് അവരുടെ ACC നേതാക്കൾ തന്നെ പറയുന്നത്. ഹരീഷ് റാവത്തിനെ പോലെ UPയിൽ അവരുടെ ക്യാമ്പയിൻ എന്താണ്? BJPയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഈ രാമക്ഷേത്രവും ബീഫും ഒക്കെ അവരെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു മതനിരപേക്ഷ ശക്തിയായി നിൽക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ് ഒരു മതരാഷ്ട്രീയ പാർട്ടിയല്ല, വർഗീയ പാർട്ടിയല്ല. പക്ഷേ മതനിരപേക്ഷതക്കും ഹിന്ദുത്വത്തിനുമിടയിൽ അത് ആടിക്കളിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കാലം മുതൽ നെഹ്റുവിനെ പോലും വെല്ലുവിളിച്ച് ബാബരി മസ്ജിദ് തർക്കഭൂമിയാണെന്ന് പറഞ്ഞ് പൂട്ടിയിട്ട ഗോവിന്ദ് വല്ലഭായ് പന്തിൻ്റെ പാർട്ടിയാണത്.
ആ കാര്യം അബ്ദുൽ വഹാബ് സാഹിബിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവണം. ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ഇടതുപക്ഷ എം പിമാർ, ഇന്ത്യയിലെ വളരെ ശുഷ്കമായ ചില മേഖലകളിൽ നിന്ന് എത്തുന്ന ഇടതുപക്ഷ എം പിമാർ, അവരുടെ എണ്ണം എത്ര ചുരുക്കമാണെങ്കിലും ഇന്ത്യൻ മതനിരപേക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതിനും അതിനുവേണ്ടിയുള്ള പോരാട്ടത്തെ പാർലമെൻറ്റിനകത്തും പുറത്തും കൊണ്ടുപോകുന്നതിൽ അവർക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. ലീഗിന് ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കാൻ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്ന നിലക്ക് വിശ്വസിക്കാൻ കഴിയുന്ന പാർട്ടി CPM-ഉം ഇടതുപക്ഷവും മാത്രമായിരിക്കുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മുത്തലക്ക് പോലെ, പൗരത്വ ബില്ല് പോലുള്ള പ്രശ്നങ്ങളിലെല്ലാം എത്ര ഉപരിപ്ലവമായ സമീപനമാണ് കോൺഗ്രസിനുള്ളത്. പല കോൺഗ്രസ് നേതാക്കൾക്കും BJPയുടെ നിലപാടിനോട് അവരുടെ താല്പര്യങ്ങൾ പങ്കിടുന്ന അവസ്ഥ പോലും ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യം വഹാബ് സാഹിബിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. ഇനി മലപ്പുറത്തേക്ക് വന്നാൽ, മലപ്പുറത്ത് VP സാനു അത്ര നിസ്സാരനായ സ്ഥാനാർത്ഥിയല്ല. നിങ്ങൾ മലപ്പുറത്തെ കോളേജുകൾ നോക്കണം. ന്യൂജൻ വോട്ടർമാരുടെ വിദ്യാർത്ഥി യുവാക്കളാണ് വോട്ടർമാരിൽ ഭൂരിപക്ഷം, സ്ത്രീകളാണ് വോട്ടർമാരിൽ ഭൂരിപക്ഷം. മലപ്പുറത്ത് വലിയ ബാലികേറാമാലയായി കണ്ടിരുന്ന എല്ലാ കോളേജുകളിലും SFI ജയിച്ചിരിക്കുകയാണ് നിഷാദെ. മലപ്പുറത്ത് ഒരിക്കലും SFIക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്ന കോളേജുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് SFI കയറിയിരിക്കുകയാണ്. അതിനെല്ലാം തന്നെ സംഘടനാപരമായ നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികൾക്കിടയിൽ പുതിയ തലമുറയിൽ വലിയ സ്വാധീനമുള്ളൊരു വ്യക്തിത്വമാണ് VP സാനുവിൻ്റേത്. നിങ്ങൾ പുറത്തുനിന്ന് കാര്യങ്ങൾ കാണരുത്. കുഞ്ഞാലിക്കുട്ടിയുടെ പാർലമെൻറ്റിലെ പെർഫോമൻസ് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടാൻ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം എന്താണ്? മറ്റ് മതനിരപേക്ഷ ശക്തികളുടെ ഏകോപനത്തിൽ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ആളുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും PV അബ്ദുൽ വഹാബ്, ഇവിടെ ഇപ്പോൾ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസ് ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണായുധം. കേരളത്തിൽ നല്ല നിലയ്ക്ക് വേരോട്ടം കിട്ടാൻ പോകുന്ന ഒന്നാണ്. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് ഇടതുപക്ഷം. എത്ര വിശ്വസിക്കാൻ കഴിയും കോൺഗ്രസിനെ എന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ കണക്കെടുത്താൽ 80 MLA-മാരെങ്കിലും കോൺഗ്രസിൽ നിന്ന് BJPയുടെ ഭാഗമായിട്ടുണ്ട്. PCC പ്രസിഡന്റുമാർ പോലും മാറിയ സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ത്രിപുരയിലെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിയമത്തെയും ഒക്കെ കാര്യം എടുത്താലും കോൺഗ്രസിൻ്റെ ഈ വഴിമാറ്റം പ്രകടമാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുക എന്നതിലാണ് അവരുടെ പ്രചരണം ഊന്നാൻ പോകുന്നത്. അതൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണോ അബ്ദുൽ വഹാബ്? കഴിഞ്ഞ 70 വർഷക്കാലം നമ്മുടെ മുമ്പിൽ ചരിത്രമില്ലേ? കഴിഞ്ഞ 70 വർഷക്കാലം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ തുറന്ന പുസ്തകമല്ലേ? അതിൽ തമ്മിൽ ഭേദം ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതനിരപേക്ഷത ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മോഡി നയിക്കുന്ന സംഘ് പരിവാർ ശക്തികളെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നേരിടാൻ കോൺഗ്രസ് അല്ലാതെ ആരാണുള്ളതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ പഴയ കോൺഗ്രസ് വിരോധം, കോൺഗ്രസ് എല്ലാത്തിനും ആൻറ്റി കോൺഗ്രസ്, അതല്ലേ ഈ BJPയൊക്കെ ഇത്ര ശക്തിയായി വരാനുള്ള കാരണം? 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഈ BJPയെ ഈ രൂപത്തിലേക്ക് എത്തിച്ചതിൽ ഈ ഒരു കോൺഗ്രസ് വിരോധം കാരണമായിട്ടില്ലേ ഇന്ന് സഖാവ് കുഞ്ഞിക്കണ്ണനൊക്കെ ആലോചിക്കണ്ടേ, ആത്മവിമർശനം നടത്തണ്ടേ? അതിൽ അവർക്കുണ്ടായ മുമ്പത്തെ കാര്യങ്ങൾ, ഹിമാലയം ബ്ലണ്ടേഴ്സ്, അവസരം കിട്ടിയിട്ട് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാതിരുന്നത്, ഇതൊക്കെ ഒരു കോൺഗ്രസ് എവിടെ കണ്ടാലും എതിർക്കണം, കോൺഗ്രസിനെ എതിർക്കണം. പണ്ടത്തെ കാലത്ത് അടിയന്തരാവസ്ഥ സമയത്ത് ജയിലിൽ കിടന്നപ്പോൾ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അത് മനുഷ്യന്മാർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളാണ്. പക്ഷേ RSS ആണ്. അവരെന്ത് പറഞ്ഞാലും എങ്ങനെ പ്രവർത്തിച്ചാലും ആത്യന്തികമായി നിങ്ങൾ കോൺഗ്രസുമായി കോൺഗ്രസ്സിലെ ചില ആൾക്കാർ അവിടെ പോയോ അവർ ഇങ്ങോട്ട് വന്നോ എന്നുള്ളത് അന്വേഷിക്കാതെ ജനറലായിട്ട് കഴിഞ്ഞ 70 വർഷക്കാലം സ്വതന്ത്ര ഇന്ത്യയിൽ വളരെ അധിക കാലം പ്രവർത്തിച്ച ഭരണം കൈകാര്യം ചെയ്ത കോൺഗ്രസ് അവരെത്ര സംശയിക്കേണ്ട? ഇപ്പോഴും കേരളത്തിൽ മാത്രമുള്ളല്ലോ, അത് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നുമില്ലല്ലോ. ഓക്കെ, എനിക്കറിയാൻ പെടുന്ന പ്രധാന പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ്. സ്വാഭാവികമാണ് അവർ തമ്മിലുള്ള എതിർപ്പുകൾ, തങ്ങൾക്ക് സീറ്റും വേണം, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസ്സിന് മറ്റൊരു ബദൽ BJP പോലെ ഒരു സംഘപരിവാർ ശക്തി പോലെ കാണുന്ന ഒരു ചുറ്റുപാട് ഇനിയെങ്കിലും സഖാവ് കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അത് ഉയർത്തി കാണിക്കുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പിലും എന്നതാണ്. പക്ഷെ KT കുഞ്ഞിക്കണ്ണൻ, വടകര ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. അവിടെ P ജയരാജനെ പോലെ ഒരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അക്രമ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞാണ് നിങ്ങളവിടെ പ്രതിരോധിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മറുചേരിയിലുള്ളവർ അവിടെ ഏതുതരം സ്ഥാനാർത്ഥി എങ്ങനെയാണ് വരുന്നത് എന്നറിയില്ല. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആഭ്യന്തരമായൊരു പ്രതിസന്ധി കൂടി രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. അവിടെ ഈ ലോക് താന്ത്രിക് ജനതാദൾ ഇപ്പോൾ വലിയ ഒരു നീരസം പ്രകടമാക്കിയിരിക്കുന്നു. നിങ്ങൾ അവർക്ക് സീറ്റ് കൊടുക്കാമെന്ന് ഏറ്റുപോവുകയും പിന്നീട് വഞ്ചനാപരമായ നില സ്വീകരിക്കുകയും ചെയ്തുവെന്ന്. അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് അടക്കം അവിടുത്തെ ജില്ലാ നേതൃത്വം ആലോചിക്കുന്നുണ്ട് എന്നാണ്.
ഒരു അസ്വാരസ്യമുണ്ടോ നിങ്ങൾ ഈ സീറ്റുകളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷവും? ലോക് താന്ത്രിക് ജനതാദൾ അതിൻ്റെ സംസ്ഥാന നേതൃത്വം വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ ഉറച്ചു നിൽക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടുക, തങ്ങളുടെ പ്രാതിനിധ്യമുണ്ടാവുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അത് ന്യായവുമാണ്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പരിഗണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെന്നുള്ള കാര്യം ലോക് താന്ത്രിക് പാർട്ടിയുടെ നേതാക്കൾക്കറിയാം. സഖാവ് വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം. അവരാ കാര്യത്തിൽ നയം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് വരുന്ന പ്രശ്നം വടകരയിൽ ഒരു പത്രസമ്മേളനം നടന്നു നോക്കുന്നതാണ്. ആ പ്രശ്നം വടകരയിൽ തന്നെ സെറ്റ് ചെയ്യും ഞങ്ങൾ. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇന്ന് UDFനും കോൺഗ്രസിനുമെതിരായിട്ട് ഏറ്റവും സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയിൽ ഈ ലോക് താന്ത്രിക് പാർട്ടിയുടെ സഹാക്കളാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിൽ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം. ആ 10 വർഷക്കാലം വടകരയിലെ ജനങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയ വർഷമാണ്. ഒരു MP എന്ന നിലക്ക് വാചകമടിയല്ലാതെ വടകരയുടെ വികസന രംഗത്ത് ഒരു കേന്ദ്ര പദ്ധതിയോ MP എന്ന നിലക്കുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലോ നടത്താത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 25 കോടി MP ഫണ്ട് കൃത്യമായി അദ്ദേഹം വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭരണാനുമതി കിട്ടിയ വികസന പദ്ധതികൾ, പ്രൊജക്റ്റുകൾ അത് പൂർത്തിയായോ പൂർത്തീകരിച്ചോ എന്ന് പോലും അന്വേഷിക്കാത്ത, ഫോളോ അപ്പ് ഇല്ലാത്ത ഒരു MP ഓഫീസായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇതെല്ലാം വടകരയിലെ ജനങ്ങളുടെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് വടകരയ്ക്ക് നഷ്ടപ്പെട്ടു പോയ 10 വർഷങ്ങൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും. വടകരയിൽ രാഷ്ട്രീയമായിട്ട് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് കോൺഗ്രസ്സുകാരും ലീഗുകാരും BJPക്കാരും അക്രമ രാഷ്ട്രീയം പറയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് ഉറക്കത്ത് പഴന്തുണി ചവക്കുന്നത് പോലുള്ള പ്രചരണം എന്നല്ലാതെ വടകരയിലെ നിങ്ങളുടെ ആത്മവിശ്വാസം അതാണ്. വടകരയിൽ ഒരുപക്ഷെ CPIM അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രാമുഖ്യമുള്ള നേതാവ് P. ജയരാജനാണ്. അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാക്കുക എന്ന ആത്മാഭിമാന പ്രശ്നം CPIM-നുണ്ട് എന്നതുകൂടി നമ്മൾ കാണണല്ലോ. അതിൻ്റെ മിഷനറി മുഴുവൻ CPIM-ൻ്റെ സംഘടനാ സംവിധാനം മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കും എന്നതിൽ തർക്കമില്ല. ജയരാജൻ നേരത്തെ അവിടുത്തെ ചുമതല വഹിച്ചിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും ആ കാര്യത്തിൽ നല്ല ധാരണയുണ്ടാവും. പക്ഷേ ഈ അതിനപ്പുറത്തേക്കുള്ള മുഴുവൻ പേരുടെയും സംയോജനം കാണാൻ കഴിയുമായിരിക്കും ഒരു പക്ഷേ. അവിടെ ഇപ്പോൾ RMPയോ അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ SDPIയോ കോൺഗ്രസോ എല്ലാവരും ഒരു ചേരിയിൽ ഒരേ കേന്ദ്രത്തിലേക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന മാനസിക നിലയിലേക്ക് വരുമല്ലോ. ഇപ്പോൾ അവിടെ മനയത്ത് ചന്ദ്രൻ നോക്കൂ, അവിടെ ഈ LJDയുടെ പ്രാദേശിക ഘടകത്തിന് വലിയ വിയോജിപ്പുണ്ട്. സെറ്റിൽ ചെയ്യാൻ കഴിയുമായിരിക്കും മുകൾ തട്ടിൽ അസ്വാരസ്യങ്ങളില്ലാതെ. താഴെ പക്ഷേ ഒരു നിരാശയുടെ എലമെൻറ്റ് പ്രവർത്തിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വടകര വളരെ ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ടോ താങ്കൾ, ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം? ഉണ്ടാവും. P. ജയരാജനെ പോലെ ഒരാൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, അതും വളരെ പ്രതീക്ഷയോടുകൂടി വടകരയിൽ വന്ന് മത്സരിക്കുമ്പോൾ അതിന് എതിർപ്പുണ്ടാവും, അതിന് പ്രതികരണമുണ്ടാവും, സംശയമൊന്നുമില്ല. BJPയുടെ ഒരു പ്രധാനപ്പെട്ട തന്ത്രം അവിടെ വിജയിക്കുക എന്നതായിരിക്കില്ല, സ്വന്തം ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നതായിരിക്കില്ല, എങ്ങനെ P. ജയരാജനെ തോൽപ്പിക്കാം എന്നതായിരിക്കും. അതിന് സംശയമൊന്നും വേണ്ട. അപ്പോഴാ എന്തായിരിക്കും നടക്കാൻ സാധ്യത? അവിടെ BJPക്കാർ കോൺഗ്രസിനെ സഹായിക്കുമോ? നമുക്കറിയാമല്ലോ, പണ്ട് കോലീബി സഖ്യം ഒക്കെ ഉണ്ടായിട്ടുള്ള നാടാണല്ലോ കേരളം. അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല. പിന്നെ RMP ഉണ്ട്, അവിടെ വളരെ സജീവമാണ്. RMP ചെറിയ പാർട്ടി ആണെങ്കിലും അത് സജീവമാണ്. ആ പാർട്ടിയും ജയരാജനെ തോൽപ്പിക്കാനായിരിക്കും നിലപാടെടുക്കുക, അതിന് സംശയമൊന്നും വേണ്ട. ഇത്തരം എതിർപ്പുകളൊക്കെ ഉണ്ടാവും എന്ന് കണക്കാക്കി തന്നെയാവും CPM അവിടെ താങ്കൾ പറഞ്ഞതിൽ അതിനകത്ത് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്ടർ നോക്കൂ. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 70,000 അടുത്ത് അവിടെ വോട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പരിശോധിച്ചാൽ 7 മണ്ഡലങ്ങളിലും കൂടി BJP 1,05,000 സംതിങ് വോട്ട് അവരുടെ പെട്ടിയിൽ വീണിട്ടുണ്ട് അവിടെ. അപ്പോൾ അത്രയും വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ വേറെ തന്നെയായിരിക്കാം. പക്ഷേ P. ജയരാജനെ പോലെ ഒരാളെ വിജയിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതും BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒന്നായിരിക്കുമല്ലോ. കാരണം അവരുടെ ഒരു ഏറ്റവും വലിയ ശത്രുവാണ് അദ്ദേഹം MP ആവുക എന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കും. അവർ പക്ഷേ അതിനുവേണ്ടി ഏതു തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിനും ആ പാർട്ടി തയ്യാറായേക്കുമല്ലോ. അതായിരിക്കുമോ നേരിടാൻ പോകുന്ന വലിയ ഭീഷണി? അവിടെ ഒരു വോട്ട് ഷിഫ്റ്റിങ്ങിന് അവർ തീരുമാനിച്ചാൽ തോൽപ്പിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും. അതാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത്, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ശ്രദ്ധയാകർഷിക്കാൻ പോകുന്ന ഒരു മണ്ഡലം ഈ വടകരയായിരിക്കും എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഇതാണ്. BJP എന്ത് നിലപാട് സ്വീകരിക്കും? BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും പറ്റില്ല. സ്ഥാനാർത്ഥിയെ നിർത്തണം. പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ
ഒരു മിനിമം ശതമാനം വോട്ടെങ്കിലും മേടിക്കുകയും വേണ്ടേ? അത് വാങ്ങണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്കാണ് ജയരാജനെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. BJP വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ കുന്തമുനയുടെ മുകളിലായിരിക്കും വടകരയിൽ. അതുകൊണ്ട് തന്നെ അവരുടെ എന്തും തീരുമാനമെടുക്കും. അവരെങ്ങനെ കോൺഗ്രസിനെ സഹായിക്കും? പരസ്യമായിട്ടാണോ രഹസ്യമായിട്ടാണോ? അങ്ങനെ സഹായം വല്ലതും ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ. എന്തൊക്കെയാണെങ്കിലും വടകരയിലെ പ്രധാന മത്സരം കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എന്നതുപോലെ അവിടുത്തെ പ്രധാന മത്സരം കോൺഗ്രസും CPM-ഉം തമ്മിൽ തന്നെയായിരിക്കും. അതിന് സംശയമൊന്നും വേണ്ട. അതാണ് ആ കാര്യത്തിൽ താങ്കൾ കാണുന്ന ഒരു നിരീക്ഷണം. പി.വി. അബ്ദുൽ വഹാബ്, നോക്കൂ, ഇപ്പോൾ ഇത് ഒരു വളരെ സ്ട്രാറ്റജിക്കായ പട്ടികയാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നത് ആർക്കും നിരാകരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. നിങ്ങളുടെ പൂർണ്ണമായ പട്ടിക വരാൻ പോകുന്നതേ ഉള്ളൂ. കേരള കോൺഗ്രസിൻ്റേത് വന്നിട്ടില്ല, കോൺഗ്രസിൻ്റേത് വന്നിട്ടില്ല, നിങ്ങളുടേത് വന്നു. ഇപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പട്ടിക എടുത്താൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന കേരളത്തിലെ ഒരു അധികായൻ അതിനകത്തുണ്ട് എന്ന് കാണാം. അത്തരം വളരെ പ്രധാനപ്പെട്ട വൻതോക്കുകൾ, വലിയ ഐക്കൺസ് വേറെയും ഉണ്ടാകുമെന്നാണോ വിചാരിക്കേണ്ടത്? കാരണം ഇതിനെ പരാജയപ്പെടുത്താൻ മികവുറ്റ ആളുകളുടെ, മുൻനിരക്കാരുടെ ഒരു നേതൃനിര ഉണ്ടാവുക എന്നത് വേണമല്ലോ. അങ്ങനെ ഉണ്ടാകുമോ നിങ്ങളുടെ പട്ടികയിലും? അതിപ്പോൾ MLA-മാർ വേണമെങ്കിൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിറ്റിംഗ് MP-മാരെ നിലനിർത്തലായാൽ ആ കാര്യങ്ങളിലൊക്കെ ഒരു വലിയ മത്സര ബുദ്ധിയുള്ള സമീപനം സ്ഥാനാർത്ഥി നിർണയത്തിലും കാണും. UDF-ൻ്റെ അല്ലേ ചോദിക്കുന്നത്? അതെ. UDF-ൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഡൽഹിയിലേക്ക് പോകുന്ന ലിസ്റ്റിൽ ഇവിടെ നിന്ന് ആര് ജയിച്ചു വരണം എന്നുള്ള വിന്നബിലിറ്റി അവർ നോക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ മാത്രം കുത്തക എന്നുള്ളത് വിന്നബിലിറ്റി എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. പക്ഷേ ആദ്യം തന്നെ ജേക്കബ് ജോർജ് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്തിട്ടുണ്ട്. കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി തോറ്റാൽ അത് BJP-യുടെ കോലീബി എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇല്ലാത്തൊരു കാര്യം മാധ്യമ സൃഷ്ടി കോലീബി ഉണ്ടാക്കിയിട്ട് അതിനെപ്പോഴും കോലീബി എന്ന് പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഇനി ഇവിടെ വരാൻ പോണത് അതാണ്. വടകര സീറ്റ് നമ്മൾ ഇടിച്ചെടുക്കുക നിലനിർത്തുമ്പോൾ അവിടെ പറയാൻ പോകുന്നത് BJP-ക്ക് എത്ര വോട്ട് കിട്ടി, BJP-ൻ്റെ മുമ്പ് എത്ര വോട്ടായിരിക്കും, BJP-ക്ക് വോട്ട് കുറഞ്ഞോ കൂടിയോ എന്നുള്ളത് എല്ലാ സ്ഥലത്തും. ഇത് വടകരയിൽ മാത്രം ഒതുങ്ങിക്കണമല്ല, ഇത് എല്ലാ സ്ഥലത്തുമുള്ള സംഗതിയായിരിക്കും. ആദ്യം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ കക്ഷികളുടെ തോൽവി മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള തിരക്കഥ തയ്യാറാക്കുന്ന നമ്മളെല്ലാം കണ്ടിട്ടില്ലേ. അതിൻ്റെ ഒരിതാണ് BJP-യുടെ വോട്ട്. BJP-ക്ക് ഈ എല്ലാ സംഗതികളും നടത്തിയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടുണ്ടെന്ന് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ അമിത്ഷാക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് BJP-ൻ്റെ കടമയല്ലേ? അവിടെയും B.J. ജയരാജനാണോ ഇന്ന ആളാണോ നോക്കലായിരിക്കും ഉണ്ടാക്കുക. BJP-ൻ്റെ പരിപൂർണ്ണ കരുത്ത് അവരെടുക്കുമായിരിക്കും. ഞങ്ങളുടെ പരിപൂർണ്ണ കരുത്ത് ഈ പ്രാവശ്യം എല്ലാ മണ്ഡലങ്ങളും, ഞങ്ങൾ 2 മണ്ഡലങ്ങൾ മാത്രം ഒതുങ്ങിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾക്ക് നാളെ ആലപ്പുഴയിൽ നടക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി സമ്മേളനം കണ്ടാൽ മനസ്സിലാകും എങ്ങനെയാണ് ആലപ്പുഴ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ എല്ലാ ശക്തിയും എടുക്കും. ജനാധിപത്യ ചേരികൾ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ, ഇവിടുത്തെ കാര്യമല്ല ഉള്ളത്, കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സീറ്റ് കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കുന്ന ചുറ്റുപാടുണ്ടാക്കുക, അതിനെതിരിലുള്ള എല്ലാ ശക്തികളെയും ഞങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ഹൈക്കമാൻഡ് കൊണ്ടുവരും എന്നുള്ളതാണ്. കേരളത്തിൽ നടക്കാൻ പോകുന്നത് ചെറിയ പോരാട്ടമൊന്നും ആയിരിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷത്തെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ. ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയോ മറ്റോ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതായാലും നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ PV അബ്ദുൽ വഹാബ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.